ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് പ്രവേശിക്കും. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുന്നത്. തലസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം ജൂൺ 18-ന് മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമര പന്തലിൽ സമാപിക്കും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 125-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും ആവേശോജ്വല സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രാപ്പകൽ സമരയാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്ര വർക്കലയിൽ നിന്നും പര്യടനം ആരംഭിക്കും. തുടർന്ന് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട് മേഖലകളിലും പര്യടനം നടത്തും. നാളെ കാട്ടാക്കട, വെള്ളറട, പാറശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലും മറ്റന്നാൾ വിഴിഞ്ഞം, പേരൂർക്കട, ലോ കോളേജ്, കഴക്കൂട്ടം എന്നിവിടങ്ങളിലും പര്യടനം നടത്തും. യാത്രയുടെ സമാപന ദിവസമായ 18-ാം തീയതി കേശവദാസപുരത്തു നിന്നും മഹാറാലിയായി രാപ്പകൽ സമരവേദിയിലെത്തി യാത്ര സമാപിക്കും. യാത്രയ്ക്കൊപ്പം അനുഗമിച്ചവരും ആശമാരുടെ കുടുംബവും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. മെയ് 5-ന് ആരംഭിച്ച രാപ്പകൽ സമരത്തിൻ്റെ സമാപന വലിയ റാലിയാണ്. അപ്പോൾ അതിന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എവിടെയൊക്കെ സ്വീകരണം നൽകിയിട്ടുണ്ടോ അവിടെ നിന്നുള്ള എല്ലാ ആശമാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഈ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വലിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ 18-ാം തീയതി മഹാറാലി നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്നതിന് വേണ്ടി നമ്മൾ അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി നമ്മുടെ ഈ കേശവദാസപുരത്തു നിന്ന് ആരംഭിച്ച് നടന്ന് റാലിയായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമാപിക്കുന്നതാണ്. 18-ാം തീയതി മഹാറാലിയാണ്. അത് നല്ല വലിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരം ഇന്ന് 125-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഫെബ്രുവരി 10-ാം തീയതിയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. തുടർന്ന് 3 തവണ മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.